നിന്ന് ജയിച്ച ഒരു എം പി കേന്ദ്രമന്ത്രിയായി പുള്ളിയെ അവിടെ നിന്ന് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പോലീസിന് പരാതിയൊക്കെ പോയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കേട്ടു. പിതാവിനോട് ഞാൻ സംസാരിക്കാം. ഒരു കേന്ദ്രമന്ത്രി ആയാൽ കേന്ദ്രമന്ത്രിക്ക് കുറെ ചുമതലകളും ഉത്തരവാദിത്വം ഉണ്ടോ? അപ്പോൾ ഒരു സാധാരണ എം പി പോലെ അദ്ദേഹത്തിന് അത്ര സമയം കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ തൃശ്ശൂർ BJP ടീമുണ്ട്. അപ്പോ എന്താണ് കാര്യം, എന്താണ് കാരണം, അത് ഞാൻ പിതാവിനോട് നാളെ വിളിച്ച് ചോദിക്കാം. എന്നിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ. അതിപ്പോ രാഹുൽ ഗാന്ധി അവരെ പഠിപ്പിച്ച ഒരു രീതിയല്ലേ? 70,000 വോട്ടുകൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജിനെ കുറിച്ച് ഇപ്പോ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവരുടെ ഒരു പരാതി. നോക്കൂ, കോൺഗ്രസ് ഇത് ശബ്ദമായിട്ടൊന്ന് കേൾക്കണം. കോൺഗ്രസിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഒരു കൊല്ലത്തില് 6-10 തവണ വെക്കേഷൻ പോകുന്ന ആളാണ്. അപ്പോ ഇവിടുത്തെ എലക്ഷൻ പ്രോസസ്സും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു രീതി അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടിക്കും ഒരു അവകാശമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എല്ലാ ഇലക്ഷന്റെ മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഇലക്ടറൽ റോൾസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിരിക്കാർ അവർ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്നില്ല. ഇതെല്ലാം ആ പാർട്ടിയിൽ ഇപ്പോ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് പാർട്ടിയിൽ ശ്രദ്ധ തിരിക്കാൻ, പ്രവർത്തകരുടെ ശ്രദ്ധ തിരിക്കാൻ രാഹുൽ ഗാന്ധി എല്ലാ 3 ദിവസം 4 ദിവസം ഒരു നാടകം ചെയ്യും. ഇതുവരെ നടത്തിയത് ഓപ്പറേഷൻ സിന്ധു. ഇന്നലെ അത് പൊളിഞ്ഞു. അതിന് മുമ്പ് എത്രയോ നാടകവും നുണയും ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അതും പൊളിഞ്ഞു. അവരെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ബുദ്ധിമുട്ടും അവരുടെ പ്രവർത്തകരിലുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസിനെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധി എല്ലാ 4-5 ദിവസം ഓരോരോ പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഇതില് സത്യം എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷന് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതും പൊളിയും. നമ്മളിപ്പോ കഴിഞ്ഞ 10 കൊല്ലം രാഹുൽ ഗാന്ധി എത്ര തവണ എത്ര പ്രാവശ്യം നുണ പറഞ്ഞിട്ടുണ്ട്, ആരോപണം കുറിച്ച് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം പൊളിഞ്ഞില്ലേ? ഇതും പൊളിഞ്ഞു. ആറ്റം ബോംബ് എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി പുള്ളിക്കാരെ വിചാരിക്കുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ ഏറ്റവും ചെറിയൊരു എലിമെന്റ്. ആറ്റം ബോംബ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചത് ചെറിയൊരു ഇഷ്യൂ ആണ്. അത് ചെറിയ ഇഷ്യൂ ആയി മാറി. അത്ര കണക്കുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അങ്ങനെയൊന്നല്ല. ഇത് നിങ്ങൾ അതിന് ന്യായീകരിക്കാൻ ഇറങ്ങണ്ടെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. കാരണം രാഹുൽ ഗാന്ധിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ടാൽ മനസ്സിലാക്കണം, ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല, ഇപ്പൊ തുടങ്ങിയ ഒരു രീതിയൊന്നുമല്ല. 10-11 കൊല്ലായിട്ട് ഞാൻ പറഞ്ഞ പോലെ 4-5 ദിവസം ഒരു പുതിയ വാർത്ത, ഒരു പുതിയ ആരോപണം, എന്നിട്ട് ഒരു പ്രഡിക്റ്റബിളി ഞാൻ പറഞ്ഞുതരാം, 7 ദിവസം കഴിഞ്ഞിട്ട് അത് പൊളിയും. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ വാർത്തയായിരിക്കും. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കണം. തോറ്റ് കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ട്, അവരുടെ നേതൃത്വം, അവരുടെ രാഹുൽ ഗാന്ധിന്റെ ലീഡർഷിപ്പിനെ കുറിച്ച് അവിടെ ചോദ്യങ്ങൾ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ശ്രദ്ധ തിരിക്കാൻ രാഹുൽ ഗാന്ധി ഓരോരോ ആരോപണം. നോക്ക്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാണ് ജയിക്കേണ്ടത്, ആരാ തോൽക്കേണ്ടത്. ഒന്നും ചെയ്യാത്തൊരു കോൺഗ്രസ് പാർട്ടി, അഴിമതി ദുർഭരണം ഇന്നും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഇതല്ലേ മനസ്സിലാക്കേണ്ടത്?